ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡാബ്സി. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സെറ്റാപ്പിൽ ഫേസ് വാഷാണ്. ഒരുപാട് പേർ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് വാഷാണിത്. എൻ്റെ കയ്യിലുള്ളത് ഓയിലി സ്കിൻ ഫേസ് വാഷാണ്. കോമ്പിനേഷൻ സ്കിൻകാർക്കും സെൻസിറ്റീവ് സ്കിൻകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഫേസ് വാഷാണ് എൻ്റെ കയ്യിലുള്ളത്. നല്ല ക്വാളിറ്റി ഫേസ് വാഷാണ്. ആമസോണിൽ നിന്നാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. ഫേസ് ഡീപ്ലി ക്ലീൻ ചെയ്യാൻ ഇത് സഹായിക്കും. എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് വാഷാണിത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഫേസ് വാഷാണ്. പിന്നെ ഏകദേശം ഒരു 500 രൂപ. ഓയിലി സ്കിൻകാർക്കുള്ള ഫേസ് വാഷിന് ഏകദേശം 649. ഇത് എനിക്ക് കിട്ടിയത് 500 രൂപക്കാണ്. അപ്പോൾ ഡ്രൈ സ്കിൻകാർക്കുള്ളത് വെറും 250 രൂപ, ആ റേഞ്ചിലേ ഉള്ളൂ. ഞാൻ ഒരു ബോട്ടിൽ ഫുൾ യൂസ് ചെയ്തതാണ്. ഇതുവരെ എനിക്കൊരു സൈഡ് എഫക്റ്റോ മറ്റു പ്രശ്നങ്ങളോ വന്നിട്ടില്ല. നല്ല ക്വാളിറ്റി ഫേസ് വാഷായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓയിൽ നല്ലതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫേസ് ആയിരുന്നു. ഇപ്പോൾ നല്ലതുപോലെ കൺട്രോൾ ചെയ്യാൻ സെറ്റാപ്പിൽ ക്ലെൻസർ കൊണ്ട് സാധിച്ചു. ഇത് യൂസ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞാൽ നല്ലതുപോലെ മുഖക്കുരു കൂടിയതുപോലെ നമുക്ക് തോന്നാം. പക്ഷേ അത് മുഖക്കുരു മാറാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. മുഖക്കുരു നല്ലതുപോലെ ഉണ്ടായതിനു ശേഷം ചെറുതായി മാറാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പേടിയും കൂടാതെ നമുക്ക് dermatologist recommended for sensitive skin. ഇപ്പോൾ പലർക്കും ഒരു സംശയം കാണും, ഇത് എല്ലാ ഓയിലി സ്കിൻകാർക്കും യൂസ് ആവുമോ എന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഒരു 10ൽ 7 പേർക്ക് ഇത് യൂസ് ആവുകയുള്ളൂ. പലർക്കും പല സ്കിൻ ടൈപ്പ് ആയിരിക്കും, പല രീതിയിലായിരിക്കും മുഖക്കുരു വരിക. അതിനനുസരിച്ച് ഇതിന് ചിലപ്പോൾ നമ്മെ മുഖക്കുരുവിൽ നിന്ന് അകറ്റാൻ സഹായിക്കണമെന്നില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ഫേസ് വാഷുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് യൂസ് ചെയ്തതാണ് ഗ്ലോ സ്മോൾ ഫേസ് വാഷ്. അത് കുറച്ചും കൂടി പവറുള്ള ഫേസ് വാഷ് ആയിരുന്നു. ഇതിപ്പോൾ എനിക്ക് ഫേസിന് ഏറ്റവും നല്ല സ്യൂട്ടബിളായ ഫേസ് വാഷാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, കാര്യമായി ഇത് പതഞ്ഞു വരികയില്ല. പിന്നെ അത്യാവശ്യം നല്ലൊരു സ്മെല്ലുമാണ്. സെറ്റാപ്പിൽ ഫേസ് വാഷ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ ഡേറ്റ്. ഇതിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 3/24 അതാണ് ഇത് ഉണ്ടാക്കിയെടുത്ത ഡേറ്റ്, മാനുഫാക്ചറിങ്. ഇത് 2027 വരെയാണ് ഉപയോഗിക്കാൻ പറ്റുക. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ കണ്ടില്ലേ 18 ml. ഇത് ബോട്ടിൽ നമ്മൾ ഇത് പൊളിച്ചതിന് ശേഷം 18 മാസം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സീലൊക്കെ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെറും 18 മാസം. അപ്പോൾ 18 മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് നമ്മൾ ആ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഓപ്പൺ ചെയ്തിട്ട് ഒരു വർഷവും 6 മാസവും അതുവരെ ഇത് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇതാണ് നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിപ്പം 2027 വരെ യൂസ് ചെയ്യാന്ന് പറയുന്നത്, ഇതിപ്പം പാക്കറ്റ് പൊളിക്കാതെ ഇപ്പോൾ ഒരു 2025-26 ഞാനിത് വാങ്ങിയാലും 27 ആ റേഞ്ച് വരെ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് ഈ ബോക്സ് ഇത് പൊളിച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കറൊക്കെ പൊളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് 1 വർഷവും 6 മാസവും ഒരു ദിവസം എത്ര നേരം യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ദിവസം ചുരുങ്ങിയത് ഒരു നേരമെങ്കിലും യൂസ് പറയാനുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്നത് 2 നേരമാണ്. രാവിലെ ഉറങ്ങി എണീച്ചതിന് ശേഷവും രാത്രി ഉറങ്ങാൻ നേരവും ആണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും നല്ല ഫേസ് വാഷ് ഇതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം ഞാൻ ഈ 2 ഫേസ് വാഷുകളെ യൂസ് ചെയ്തിട്ടുള്ളൂ. പലരും പറയുന്നത് കേൾക്കാം, നമ്മുടെ ബോഡിയിൽ ഫേസ് വാഷിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് സാധാ പച്ചവെള്ളത്തിലൊക്കെ കഴുകിയാൽ നല്ലതാണ്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്,
നമ്മുടെ ഫേസ് നല്ലതുപോലെ ഡാമേജ് ആകും. അത് ഇപ്പോൾ മനസ്സിലാവില്ല, ഒരു 50 ഒരു 40 വയസ്സിൻ്റെ മേലോട്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതിനെ പറ്റി മനസ്സിലാകും. അത് വിചാരിച്ച് മറ്റുള്ള ക്രീമുകളും പലതരം എണ്ണകളും തേക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ കാലത്ത് മാർക്കറ്റിൽ സുലഭമായി ഒരുപാട് വെളുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്രീമുകളും എണ്ണകളും ഒരുപാട് മാർക്കറ്റിൽ സുലഭമാണ്. അതൊന്നും വാങ്ങിച്ച് തേക്കാതിരിക്കുക. ഇനി പറയുന്ന കാര്യം കേട്ടാൽ പലർക്കും പിടിക്കില്ല, എന്നാലും ഞാൻ പറയുകയാണ്. പഞ്ചസാര ഒന്ന് ഒഴിവാക്കി നോക്കൂ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാം. പിന്നെ ഓയിൽ, പിന്നെ ജങ്ക് ഫുഡ്, അങ്ങനെ പല സാധനങ്ങളും ഒന്ന് ഒഴിവാക്കി കുറച്ച് പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അങ്ങനെ പലതും കഴിച്ചു നോക്കൂ. നിങ്ങളുടെ ഫേസ് നിങ്ങളുടെ കൈമേലിരിക്കും. പിന്നെ എപ്പോഴും ആരോഗ്യം നല്ലതുപോലെ നോക്കുക. നല്ല നല്ല ബോഡിയായി ജിമ്മിലൊക്കെ പോയി ഉഷാറാവുക. അപ്പോൾ നമുക്കൊക്കെ നല്ല നാളുകൾക്കായി കാത്തിരിക്കാം. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എത്ര വട്ടം അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.